കാലം കാതോർത്ത് പോവുകയാണ്. തൗഹീദ് നിലനിൽക്കണോ ശിർക്ക് ജയിക്കണോ എന്ന് തീർച്ചപ്പെടുത്താൻ പോവുകയാണ്. മുഹമ്മദിന്റെ സന്ദേശം അബൂജഹലിന്റെ സന്ദേശവുമായി മാറ്റുരക്കപ്പെടുകയാണ്. 313 ആയിരങ്ങളെ തോൽപ്പിച്ച് വിജയത്തിന്റെ വെന്നിക്കൊടി പറപ്പിക്കാൻ കഴിയുമോ എന്ന് ലോകമുറ്റു നോക്കുകയാണ്. ബദറിലേക്ക് 313 പ്രകാശഗോളങ്ങൾ, ആ പ്രകാശഗോളങ്ങളെ നയിക്കാൻ ലോകത്തിന്റെ അമ്പിളി തിങ്കൾ കല ചന്ദ്രബിംബം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തുകൊണ്ടിരിക്കെ ഈ മൂന്നാളുകൾ യുദ്ധക്കളത്തിൽ ഇറങ്ങിക്കൊണ്ട് പടവെട്ടുകയാണ്. അവർക്കിടയിലുള്ള മൽപിടുത്തം ജോറായി. അലി റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയെ തോൽപ്പിച്ചുവെന്ന് മാത്രമല്ല, തന്റെ അരയിൽ നിന്ന് വാൾ ഊരിയെടുത്തുകൊണ്ട്, യുവാക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, ബദറിൽ നിന്ന് നമുക്ക് ഇന്നും മാതൃക ഉൾക്കൊള്ളാനുണ്ട്. ബദർ ആൺകുട്ടികളുടെ ചരിത്രമാണ്, ബദർ വീരന്മാരുടെ ചരിത്രമാണ്, ബദർ ശൂരന്മാരുടെ ചരിത്രമാണ്, ബദർ പോരാളികളുടെ ചരിത്രമാണ്, ബദർ വിപ്ലവകാരികളുടെ ചരിത്രമാണ്, ബദർ നായകന്മാരുടെ ചരിത്രമാണ്, ബദർ ഏറ്റുമുട്ടുന്നവരുടെ ചരിത്രമാണ്, ബദർ അടിക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ കൊല്ലുന്നവരുടെ ചരിത്രമാണ്, ബദർ ചോര നന്മയ്ക്ക് വേണ്ടി ചോര ചിന്തുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയ്ക്ക് വേണ്ടി ചോര കൊടുക്കുന്നവരുടെ ചരിത്രമാണ്, ബദർ നന്മയുടെ പ്രഭവ കേന്ദ്രമാണ്, ബദർ തിന്മയുടെ തകർക്കലിന്റെ കേന്ദ്രമാണ്, ബദർ വെളിച്ചത്തിന്റെ പ്രളയമാണ്, ബദർ ചൈതന്യത്തിന്റെ പ്രകർഷമാണ്, ബദർ നീതിയുടെ കേന്ദ്രമാണ്, ബദർ അനീതിയുടെ കണ്ട കോടാലിയാണ്, ബദർ ക്രമത്തിന്റെ നാദമാണ്, ബദർ അക്രമത്തിന്റെ ഉജ്ജ്വലമായ എതിർപ്പാണ്, ബദർ അരാജകത്വത്തിന്റെ എതിർപ്പാണ്, ബദർ മുഴുവനായ നീതിയുടെയും സത്യത്തിന്റെയും ആഹ്വാനമാണ്. ആ ആഹ്വാനം മുഴക്കിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ 3 വില്ലാളി വീരന്മാർ ശത്രുക്കളുടെ മുശ്രിക്കിന്റെ 3 അധർമ്മത്തിന്റെ കോടാലികളുമായി ഏറ്റുമുട്ടുന്നു. അലി റളിയല്ലാഹു അൻഹു തന്റെ ആയുധം ഊരിയെടുക്കുന്നു. ഒറ്റവെട്ടുകൊണ്ട് തന്റെ എതിരാളിയെ തകർത്തി. അലിയാണ് ഏറ്റവും വലിയ യുവാവെന്ന് അറബികൾക്കിടയിലെ പഴമൊഴി അലി റളിയല്ലാഹു അൻഹു സാർത്ഥകമാക്കുകയാണ്. ലാ ഫതൻ ഇല്ലാ അലി, അലിയെ കൂടാതെ ഒരു യുവാവില്ല. വലാ സൈഫ ഇല്ലാ ദുൽഫുഖാർ അല്ലാതെ ഒരു വാളില്ല എന്ന് അറബികൾ പറയാറുണ്ടായിരുന്നു. അലിയാണ് ധീരൻ, അലിയുടെ വാളാണ് യഥാർത്ഥ വാള്. അത് ആ പ്രഖ്യാപനത്തെ അന്വർത്ഥമാക്കിക്കൊണ്ട് അലി റളിയല്ലാഹു അൻഹു വെട്ടുവെട്ടേണ്ട താമസം അതാ കിടക്കുന്നു. ശത്രുവിന്റെ ശരീരം കഷ്ണം കഷ്ണമായി കിടക്കുന്നു. തൊട്ടുപിറകെ അതാ ഹംസത്ത് റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് ജയിച്ച് തിരിച്ചു വരുന്നു. പക്ഷേ മഹാനായ സയ്യിദുനാ ഉബൈദ റളിയല്ലാഹു അൻഹു തന്റെ എതിരാളിയുമായി പടവെട്ടി വമ്പിച്ച മത്സരത്തിൽ കടന്നു പുളയുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹുവിന് രക്ഷപ്പെടാൻ കഴിയാത്ത വിധം 3 മഹാന്മാര് പോർക്കളത്തിലിറങ്ങി. 2 ആള് ജയിച്ച് മടങ്ങി വന്നപ്പോൾ ഒരാള് ശത്രുവിന്റെ വെട്ടുകൊള്ളേണ്ട അവസ്ഥയിൽ കിടക്കുന്നു. അതാ അലി റളിയല്ലാഹു അൻഹു തന്റെ പ്രിയപ്പെട്ട സഹോദരനെ സഹായിക്കാൻ വേണ്ടി വാളുമായി ചെന്നുകൊണ്ട് ഉബൈദിനെ സഹായിച്ചുകൊണ്ട് എതിരാളിയെ വെട്ടുന്നു. ആ സമയത്തേക്ക് ഉബൈദ റളിയല്ലാഹു അൻഹു മുറിവേറ്റുവെങ്കിലും എതിരാളി വധിക്കപ്പെടുകയാണ്. ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ 2 കൈകളെ കൊണ്ട് താങ്ങിയെടുത്തുകൊണ്ട് അലി റളിയല്ലാഹു അൻഹുവും ഹംസത്ത് റളിയല്ലാഹു അൻഹുവും അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കിടത്തുകയാണ്. ഏതാനും നിമിഷങ്ങളെ കൊണ്ട് ഉബൈദ റളിയല്ലാഹു അൻഹു ഷഹീദായി. ഈ ലോകത്തിൽ നിന്ന് ബദറിന്റെ മരുഭൂമിയിൽ നിന്ന് സ്വർഗത്തിന്റെ പൂന്തോപ്പിലേക്ക് പറന്നുപോയി. യുദ്ധം അങ്ങനെ കൊടുമ്പിരിക്കൊണ്ടു. അവസാനം അബൂജഹൽ വരെ കൊല ചെയ്യപ്പെട്ടു. മലക്കുകൾ ആകാശത്ത് നിന്നിറങ്ങി. മലക്കുകൾ ഇറങ്ങി വന്ന സമയത്ത്, മലക്കുകളുടെ അനുഗ്രഹം വന്ന നേരത്ത് അതാ അബൂജഹൽ കൊല ചെയ്യപ്പെടുകയാണ്. ഏറ്റവും വലിയ എതിരാളിയായ അബൂജഹൽ കൊല ചെയ്യപ്പെട്ടതിന്റെ പിറകിൽ മലക്കുകളുടെ കൈയുണ്ടായിരുന്നുവെന്ന് ഇസ്ലാമിക ചരിത്രം പറയുകയാണ്. അബൂജഹൽ കൊല ചെയ്യപ്പെട്ട് കിടക്കുമ്പോൾ അബൂജഹലിന്റെ കഴുത്ത് മുഴുവൻ കരിവാളിച്ച്, സാധാരണ വാളുകൊണ്ട് വെട്ടേറ്റ പോലെയല്ല, ഒരസാധാരണമായ അക്രമമുണ്ടായ പോലെ, എന്തോ ഒരു കരിവാളിച്ച പോലെ ഒരു കറുത്തിരുണ്ട രൂപമായി അബൂജഹലിന്റെ കഴുത്തിന്റെയും തലയുടെയും ഭാഗം മാറിപ്പോയിരുന്നുവെന്നും ഇടിവെട്ടുന്ന മലക്കായ മീകായിൽ അലൈഹിസ്സലാമിന്റെ വെട്ടുകൊണ്ടാണ് അബൂജഹൽ വീണുപോയത് എന്നും മഹാന്മാരായ ആരിഫീങ്ങളും ഇസ്ലാമിന്റെ ചരിത്രകാരന്മാരും എഴുതി വെച്ചിരിക്കുകയാണ്. മലായിക്കത്ത് ചിറകുകൾ പറത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ദേശത്തെ സഹായിക്കാൻ ബദറിന്റെ മരുഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദിവസമാണ് പരിശുദ്ധമായ റമളാൻ 17. ആ റമളാൻ 17 അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മലായികത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബിഹി വസല്ലമയുടെ തിരുസന്ദേശത്തെ സഹായിച്ചു.